ഹായ്, നമസ്കാരം. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ രാജി ചോദിച്ചു വരേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരഞ്ഞെടുപ്പ് ഫലത്തെ ഇടതുപക്ഷ വിരോധമായി കണക്കാക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭയിൽ പ്രതിപക്ഷത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. മോദിയെ മാറ്റി നിർത്തണമെന്ന ജനം ചിന്തിച്ചിട്ടുള്ളൂ. 2004 AK ആന്റണി രാജിവെച്ചത് സീറ്റ് കുറഞ്ഞതുകൊണ്ടല്ല, മറിച്ച് കോൺഗ്രസിലെ സംഘടനാ പ്രശ്നങ്ങൾ മൂലമാണ്. ഇതിനെ ഉദാഹരണമായി സംസ്ഥാന സർക്കാരിന്റെ രാജി ആവശ്യപ്പെടാൻ പുറപ്പെടേണ്ട. ഞാൻ പറഞ്ഞതിൽ വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കണം, അല്ലാതെ ബബ്ബബ്ബ പറയരുത്. നിങ്ങൾ ജയിച്ചതിലൊന്നും വേവലാതിയില്ല. വേവലാതിയുള്ളത് BJP എങ്ങനെ ഒരു മണ്ഡലത്തിൽ ജയിച്ചു എന്നുള്ളതിലാണ്. മഹാവിജയം നേടി UDF എങ്ങനെ വോട്ട് കുറഞ്ഞുവെന്നും പരിശോധിക്കണം, മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. പൂർണ്ണ ബഡ്ജറ്റ് പാസാക്കാനായി നിയമസഭയുടെ 28 ദിവസത്തെ സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ്. ജൂലൈ 25 സമാപിക്കും. ഇന്നു മുതൽ ജൂലൈ 8 വരെ 13 ദിവസം ധ്യാനാഭ്യർത്ഥനകൾ പാസാക്കുന്നതിനാണ് നീക്കിവച്ചിരിക്കുന്നത്. 5 ദിവസം ഔദ്യോഗിക അംഗങ്ങളുടെ കാര്യങ്ങൾക്കും 8 ദിവസം ഗവൺമെന്റ് കാര്യങ്ങൾക്കുമായാണ് നിശ്ചയിച്ചിട്ടുള്ളത്. 13, 14, 15 തീയതികളിലായി ലോക കേരള സഭയുടെ 4ാം സമ്മേളനം നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ വെച്ച് നടക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ നിയമസഭ ചേരില്ല. രാഷ്ട്രീയമായി ഏറെ നിർണായകമായ തദ്ദേശ വാർഡ് വിഭജന ബിൽ കഴിഞ്ഞ ദിവസം 5 മിനിറ്റിനുള്ളിൽ പാസാക്കിയത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. സഭയിൽ അവതരിപ്പിച്ച് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാനായിരുന്നു അജണ്ട. ബാർ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന്റെ പേരിൽ പ്രതിപക്ഷം നിയമസഭയിൽ ബഹളമുണ്ടാക്കവേ ബിൽ ചർച്ചയിലില്ലെന്നും സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെയും പാസാക്കുന്നതാണെന്ന് സ്പീക്കർ AN ഷംസീർ അറിയിക്കുകയായിരുന്നു.